ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശങ്കർ. IBSന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുമ്പുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വരുന്ന ചില ടിപ്സുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലൈൻഡ് എന്ന വാക്കിന് ശേഷം ഏതൊക്കെ പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ബ്ലൈൻഡ് ഇൻ, ഒരു കണ്ണ് കാണില്ല, അതാണ് ബ്ലൈൻഡ് ഇൻ യൂസ് ചെയ്യുന്നത്. ഹി ഈസ് ബ്ലൈൻഡ് ഇൻ ആൻ ഐ, അവൻ ഒരു കണ്ണ് കാണില്ല, അല്ലെങ്കിൽ അവന് ഒരു കണ്ണിൽ ഇരുട്ടാണ്, അതാണ് ബ്ലൈൻഡ് ഇൻ. അടുത്തത് ബ്ലൈൻഡ് ഓഫ്, ഒരു കണ്ണ് കാണില്ല എന്നാൽ ഏത് കണ്ണാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാവും, അതാണ് ബ്ലൈൻഡ് ഓഫ്. ഹി ഈസ് ബ്ലൈൻഡ് ഓഫ് ദ ലെഫ്റ്റ് ഐ, അവന് ഇടത്തെ കണ്ണ് കാണില്ല, അല്ലെങ്കിൽ അവൻ ഇടത്തെ കണ്ണിൽ ഇരുട്ടാണ്, അതാണ് ബ്ലൈൻഡ് ഓഫ്. അടുത്തത് ബ്ലൈൻഡ് വിത്ത്, രണ്ട് കണ്ണും കാണില്ല, അല്ലെങ്കിൽ രണ്ട് കണ്ണിലും ഇരുട്ടാണ്, അതാണ് ബ്ലൈൻഡ് വിത്ത്. ഷീ ഈസ് ബ്ലൈൻഡ് വിത്ത് ബോത്ത് ഐസ്, അവന് രണ്ട് കണ്ണും കാണില്ല, അല്ലെങ്കിൽ അവന് രണ്ട് കണ്ണിലും ഇരുട്ടാണ്, അതാണ് ബ്ലൈൻഡ് വിത്ത്. അടുത്തത് ബ്ലൈൻഡ് ടു എന്ന് വെച്ചാൽ നമ്മുടെ കൺമുമ്പിൽ നടന്നൊരു കാര്യം നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അവഗണിക്കുന്നു, അവിടെയാണ് ബ്ലൈൻഡ് ടു യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ദ ഡ്രൈവർ ഹാസ് ടേൺഡ് ബ്ലൈൻഡ് ഐ ടു ദ ട്രാഫിക് റൂൾസ് ആൻഡ് ഹാഡ് ഡ്രിവൺ വെരി റാഷ്ലി. ഡ്രൈവർ ട്രാഫിക് റൂൾസ് ഒന്നും മാനിക്കാതെ, അല്ലെങ്കിൽ അത് പാടെ അവഗണിച്ചുകൊണ്ട് വണ്ടി വളരെ അപകടകരമായി ഓടിച്ചുകൊണ്ടുപോയി, അതാണ് ബ്ലൈൻഡ് ടു. അടുത്തത് ബ്ലൈൻഡ് ഫ്രം, നമുക്ക് ജന്മനാ കണ്ണ് കാണത്തില്ലെങ്കിൽ അവിടെയാണ് നമ്മൾ ബ്ലൈൻഡ് ഫ്രം യൂസ് ചെയ്യുന്നത്. ഹി ഈസ് ബ്ലൈൻഡ് ഫ്രം ബർത്ത്, അവന് ജന്മനാ കണ്ണ് കാണില്ല. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ഇത്രയും ബ്ലൈൻഡിന് ശേഷം യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻസ് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇന്നും ഓഫും ശ്രദ്ധിക്കണം, ചെറിയ വ്യത്യാസമുണ്ട്. ഇന്നിൽ കണ്ണ് സ്പെസിഫൈ ചെയ്തിട്ടില്ല, എന്നാൽ ഓഫിൽ ഏത് കണ്ണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാവും, അത് ശ്രദ്ധിക്കണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇത് വന്നിട്ടുണ്ട്. പിന്നെ ബ്ലൈൻഡ് ടു വരുമ്പോൾ ആ ബ്ലൈൻഡിന്റെ പ്രിപ്പോസിഷൻ എൻറ്റയർലി അത് മാറിക്കഴിഞ്ഞു. ടു, പാടെ അവഗണിക്കുക എന്നാണ് ടു വരുന്നത്, അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കുക, അവിടെയാണ് ടു വരുന്നത്. പിന്നെ ജന്മന അന്ധനാണെങ്കിൽ ബ്ലൈൻഡ് ഫ്രം, രണ്ട് കണ്ണിലും ഇരുട്ടാണെങ്കിൽ ബ്ലൈൻഡ് വിത്ത് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. IBSന്റെ വീഡിയോസ് എല്ലാവരും കാണുക. ഇതുപോലെ പ്രയോജനകരമായ വീഡിയോയുമായി IBS വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തും. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.